ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഹൽവയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ ഇത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 മണിക്കൂറോളം കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ. തേങ്ങ ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. 8 ടേബിൾ സ്പൂണാണ് അരക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു 3 ഏലക്ക ഇതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത് ശർക്കര ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട. ഇത് പിഴിഞ്ഞ് പാലെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ട് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് അരിച്ചെടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം കേട്ടോ, വെള്ളം ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്ത് കൊടുക്കുന്നില്ല. ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് പാല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്നിട്ടിത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ അരിച്ചെടുത്താൽ മതി. കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് ഇച്ചിരി കുറക്കാം. ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ അടുപ്പിൽ ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നല്ലൊരു അടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ അങ്ങനെയുള്ള പാത്രം എടുക്കുക. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് ആറിയിട്ട് ആ ഒരു തിക്കായിട്ടുള്ള മാവായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ആ ഒരു നല്ലോണം ലൂസായിട്ടുള്ളത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഈ സമയം ശർക്കര ഒന്ന് നോക്കാം. പിന്നെ ശർക്കര നമുക്ക് ആദ്യം തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചൂടോടെ ചേർക്കണമെന്നില്ല. ഒരിച്ചിരി ചൂടാറിയിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ മെൽട്ടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ശർക്കര പാനിയും ആ ഒരു മാവും ഒക്കെ ആയിട്ട് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവ് കുറക്കാം. നെയ്യ് ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒന്ന് തിക്കായിട്ട് പാനിൽ നിന്നും വിട്ട് വരുന്ന ആ ഒരു പരുവമാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുണ്ടെങ്കിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്ക് ഒരു ഗ്യാപ്പ് എടുക്കാം ചെറുതായിട്ട്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ. പക്ഷേ അത്രയും സമയം കൂടുതലെടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കൈയെടുക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കൊണ്ട് ക്രഷ് ചെയ്തെടുത്ത സ്ലൈസ് ചെയ്തെടുത്ത ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് കുറച്ച് നേരം ഒന്ന് നമുക്കിത് തിക്കാവാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവമാകണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നെയ്യ് പുരട്ടി കൊടുത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ നന്നായി നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പൂണ് തന്നെയാണ് കേട്ടോ ലെവലാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും ഒരുപോലെ ലെവലാക്കി എടുക്കാൻ പറ്റും.
ഇനി ഇത് നന്നായി തണുക്കണം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.